ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പാകിസ്ഥാൻ ട്രെയിൻ റാഞ്ചലിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം ഒഴിവാക്കിയതിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വിനോദ വ്യവസായ മേഖലയെ വളർത്തിയെടുക്കുന്നതിനുള്ള നിർണായക വേദിയായി വേവ്സ് ഉച്ചകോടി മാറുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ സംസ്ഥാനത്ത് കടൽമണൽ ഖനനം നടപ്പാക്കൂ എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഹോളി ആഘോഷ നിറവിൽ രാജ്യം. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പാകിസ്ഥാനിൽ നടന്ന ട്രെയിൻ റാഞ്ചലിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന പാക് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആരോപണങ്ങൾ ഇന്ത്യ തള്ളുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ആഭ്യന്തര പ്രശ്നങ്ങളുടെയും പരാജയങ്ങളുടെയും ഉത്തരവാദിത്തം മറ്റുള്ളവരിൽ ആരോപിക്കാതെ പാകിസ്ഥാൻ ആത്മപരിശോധന നടത്തണം. ആഗോള ഭീകരവാദത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് സുവ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാടിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ രൂപയുടെ ദേശീയ ചിഹ്നം മാറ്റിയതിൽ ഡിഎംകെ സർക്കാരിനെ വിമർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ചിഹ്നത്തോട് തമിഴ്നാട് സർക്കാർ അനാദരവ് കാട്ടിയതായി ധനമന്ത്രി വിമർശിച്ചു. ഡിഎംകെ കൂടി ഭാഗമായ യുപിഎ സർക്കാരാണ് ചിഹ്നം അംഗീകരിച്ചതെന്നും പരസ്പര വിരുദ്ധമായ നിലപാടാണ് ഇതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിന് പകരം രു എന്ന തമിഴ് അക്ഷരമാണ് തമിഴ്നാട് സർക്കാർ ഉപയോഗിച്ചത്. വേവ്സ് 2025 ഉച്ചകോടിയുടെ ഭാഗമായി ക്രിയേറ്റേഴ്സ് എക്കണോമിക്കായി 100 കോടി രൂപ ചെലവഴിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ്. കേന്ദ്ര സർക്കാർ മെയ് 1 മുതൽ 4 വരെ മുംബൈയിൽ സംഘടിപ്പിക്കുന്ന ലോക ദൃശ്യശ്രവ്യ വിനോദ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആദ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി മുംബൈയിലെ ഫിലിം സിറ്റിക്ക് സമീപം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതുയുഗ സ്രഷ്ടാക്കളുടെ സർഗ്ഗശേഷിയെ ശക്തിപ്പെടുത്തുവാനും ഉയർന്ന മൂല്യമുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുവാനുമുള്ള മികച്ച അവസരമാകും വേവ്സ് ഉച്ചകോടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിനോദ വ്യവസായ മേഖലയെ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു നിർണായക വേദിയായി വേവ്സ് മാറുമെന്ന് ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വ്യവസായ പ്രമുഖരെയും നൂതനാശയ സൃഷ്ടാക്കളെയും ഒരുമിച്ച് അണിനിരത്താൻ ഉച്ചകോടി വേദിയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. Waves represents the coming together of cinema, of the digital world, of content revolution, of the IT industry and of global capability centers in India. Now, on its part, India happens to be a prolific producer, a mass consumer, an enthusiastic innovator and an active global contributor. വേവ്സ് ഉച്ചകോടിയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് അറിവ് പകരുന്നതിനായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലേറെ നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ സംസ്ഥാനത്ത് കടൽ മണൽ ഖനനം നടപ്പാക്കൂ എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. വികസനം മനുഷ്യരാശിയുടെ ആവശ്യമാണെന്നും ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നതെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കേരളം മുന്നിലാണെന്നും കോഴിക്കോട് കോർപ്പറേഷനിലെ ചേവരമ്പലം ഹെൽത്ത് ആന്റ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസിന് മറുപടി നൽകിയതായി കെ രാധാകൃഷ്ണൻ എംപി. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഹാജരാകാൻ സാധിക്കില്ലെന്നും അതിനുശേഷം ഹാജരായി തെളിവുകൾ നൽകാമെന്നും മറുപടി കത്തിൽ പറഞ്ഞിട്ടുള്ളതായും എംപി തൃശൂരിൽ പറഞ്ഞു. ഹോളി ആഘോഷ നിറവിൽ നാടും നഗരവും. വസന്തത്തിന്റെ വരവറിയിക്കുന്ന വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമായാണ് കൊണ്ടാടപ്പെടുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്നു. ജനങ്ങളെ ഒത്തൊരുമിപ്പിക്കുന്ന തുല്യതയുടെയും സാഹോദര്യത്തിന്റെയും ആഘോഷമാണ് ഹോളിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സഹാനുഭൂതിയുടെയും കരുണയുടെയും നിറങ്ങൾ മനസ്സിൽ നിറയ്ക്കുന്ന ഹോളി പുതിയ തുടക്കങ്ങൾക്ക് പ്രചോദനമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആശംസിച്ചു. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും ഉത്സാഹവും നിറയ്ക്കുന്ന ഹോളി ഐക്യത്തിന്റെ വർണ്ണങ്ങൾക്ക് കരുത്തു പകരുമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സുരക്ഷാ ക്രമീകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 5-ന് തുറക്കും. ഇന്ന് പൂജകളൊന്നും ഉണ്ടാവില്ല. മീനം 1 നാളെ രാവിലെ 5-നാണ് നട തുറക്കുക. സന്നിധാനത്തെ മേൽപ്പാലം ഒഴിവാക്കിയുള്ള പുതിയ ദർശന രീതി ഇന്നു മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കൊടിമരത്തിന്റെ ഇരുവശവും വഴി 2 വരികളിലായി ഭക്തരെ കടത്തിവിട്ട് ബലിക്കൽപുര വഴി ശ്രീകോവിലിന് മുന്നിലേക്ക് പ്രവേശിക്കും വിധമാണ് പുതിയ ദർശന വഴി. ഇതുവഴി തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശന സമയം 20 മുതൽ 30 സെക്കൻഡ് വരെ കൂടുതലായി ലഭിക്കുമെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായി പുതിയ പ്ലാറ്റ്ഫോമുകളും ഭക്തരെ 2 വരിയിൽ വേർതിരിക്കുന്നതിന് ബാരിക്കേഡും ഒരുക്കിയിട്ടുണ്ട്. ദർശനം പൂർത്തിയാക്കി നിലവിലുള്ള രീതിയിലൂടെ തന്നെ തീർത്ഥാടകർക്ക് മാളികപ്പുറത്തേക്ക് നീങ്ങാനാകും. ഇരുമുടിക്കെട്ടില്ലാതെ വരുന്നവർക്ക് വടക്കേനട വഴി പഴയ രീതിയിൽ ദർശനം നടത്താം. തൃശൂർ പൂരം മെയ് 6-ന് നടക്കുമെന്ന് മന്ത്രി VN വാസവൻ. മെയ് 4-നാണ് സാമ്പിൾ വെടിക്കെട്ട്. വെടിക്കെട്ട് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി ഉറപ്പാക്കുമെന്നും മന്ത്രി അവലോകന യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, സുരേഷ് ഗോപി, ജില്ലാ കളക്ടർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, ഭാരവാഹികൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെടിക്കെട്ടിനെ സംബന്ധിച്ചുള്ള കേന്ദ്ര നിയമങ്ങളിലുൾപ്പെടെ ചർച്ച നടത്താൻ ഉടൻ മറ്റൊരു യോഗം വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിലെ വിവിധയിടങ്ങളിൽ അൾട്രാവയലറ്റ് സൂചികയിൽ ഉയർന്ന തോത് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. പാലക്കാട്, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും ഉയർന്ന UV സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാർ, തൃത്താല, പൊന്നാനി എന്നിവിടങ്ങളിലാണ് അൾട്രാവയലറ്റ് സൂചിക ചുവപ്പ് ജാഗ്രതയായ 11 രേഖപ്പെടുത്തിയത്. മലമ്പ്രദേശങ്ങൾ, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതായിരിക്കും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക ഉണ്ടാകാം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതടക്കമുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പൊതുജനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാർഗിലിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ന് പുലർച്ചെയാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജമ്മുകശ്മീരിലും ഭൂചലനം അനുഭവപ്പെട്ടു. കന്നഡ നടി റന്യ റാവു ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ആരംഭിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബംഗളൂരുവിൽ ഉൾപ്പെടെ 8 ED റെയ്ഡ് നടത്തി. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 17 നക്സലൈറ്റുകൾ കീഴടങ്ങി. ഇതിൽ 9 പേരുടെ തലയ്ക്ക് 24 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ 47 റൺസിന് പരാജയപ്പെടുത്തി ഫൈനൽ പ്രവേശനം നേടി. മുംബൈ ഉയർത്തിയ 213 റൺസിന്റെ വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 166 റൺസിന് പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ മുംബൈ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. റഷ്യ യുക്രൈൻ വിഷയത്തിലെ നിരന്തര ഇടപെടലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിലാണ് പുടിൻ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ലോക നേതാക്കളുടെ ശ്രമങ്ങളെ പ്രശംസിച്ചത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടേത് നിഷ്പക്ഷ നിലപാടല്ലെന്നും ഇന്ത്യ സമാധാനത്തോടൊപ്പമാണെന്നും US പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക മുന്നോട്ടുവച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു. വ്ളാഡിമിർ പുടിൻ വെടിനിർത്തലിന് പിന്തുണ അറിയിച്ചെങ്കിലും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരണമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സിറിയയിൽ നടക്കുന്ന വ്യാപക അക്രമങ്ങളെ അപലപിക്കുകയും വംശമതഭേദമന്യേ സിറിയൻ ജനതയ്ക്ക് സംരക്ഷണമൊരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സംയുക്ത പ്രസ്താവനയ്ക്ക് ഐക്യരാഷ്ട്ര രക്ഷാസമിതി അംഗീകാരം നൽകി. റഷ്യയും USഉം ചേർന്ന് തയ്യാറാക്കിയ പ്രസ്താവന ഇന്ന് നടക്കുന്ന രക്ഷാസമിതി സമ്മേളനം ഔദ്യോഗികമായി അംഗീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാകിസ്ഥാൻ ട്രെയിൻ റാഞ്ചലിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം ഒഴിവാക്കിയതിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വിനോദ വ്യവസായ മേഖലയെ വളർത്തിയെടുക്കുന്നതിനുള്ള നിർണായക വേദിയായി വേവ്സ് ഉച്ചകോടി മാറുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ സംസ്ഥാനത്ത് കടൽ മണൽ ഖനനം നടപ്പാക്കൂ എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഹോളി ആഘോഷ നിറവിൽ രാജ്യം. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.